ഷൂട്ട് ചെയ്യുന്നത് മിലിറ്ററി ബോർഡേഴ്സ് ആണ്. ഇത് മിലിറ്ററി ബോർഡറാണ്. അപ്പുറം ഉത്തര കൊറിയയാണ്. ട്രംപും കിം ഓൺ ജുന്നും തമ്മിൽ സന്ധി സംസാരിച്ച കഴിഞ്ഞ ട്രംപിന്റെ ട്രിപ്പിൽ സംസാരിച്ച ഒരു സ്ഥലവും കൂടിയാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. 23 വർഷം അടുത്ത സ്വന്തം ആളെ, കുടുംബത്തിലെ ആളെ അവിടെ നിന്ന് കൊണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഇരുന്ന് ഇവിടെ നിന്ന് മരിച്ചു. അവിടെ നിന്നും നമുക്ക് സങ്കടങ്ങൾ അങ്ങനെ അറിയാൻ കഴിഞ്ഞില്ല. ഇവിടെ സങ്കടങ്ങളാണ് കേട്ടോ. ഇവരെ കിം ഓൺ ജുന്നിന്റെ ഫാദറിൽ രണ്ടാമത്തെ ഫാദർ സുഖമില്ലാതായ സമയത്ത് കോംപ്രമൈസ് ചെയ്യണം എന്നുള്ള വലിയ ആഗ്രഹമുള്ള ഒരാളായിരുന്നു. അന്നത്തെ കാലത്ത് ഇവരെ ബോർഡർ സീലാണ്, ബോർഡറിലേക്ക് ഉണ്ടായിരുന്ന സീലാണ് എടുത്തിട്ട്. അപ്പം നമ്മളിവിടെ കാണാൻ പോകുന്നത് നോർത്ത് കൊറിയന്റെ കുറച്ച് കാഴ്ചകളിലേക്കാണ്. ഇതാണ് ഇവരുണ്ടാക്കുന്ന ടണൽ കേട്ടോ. നോർത്ത് കൊറിയ ഇവിടേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഇവരെ ബോർഡർ തുറന്നിട്ട് ഉണ്ടാക്കുന്ന ടണലിന്റെ ഫോട്ടോ ഇവർ പിടിച്ചിട്ട് ബ്ലോക്ക് ചെയ്തതാണ്. കിം ഓൺ ജുന്നിന്റെ ഫാദർ ഉള്ള കാലത്ത് ഒരുവിധം കോംപ്രമൈസ് ഒക്കെ വന്നിരുന്നു. ആ കാലത്താണ് ഈ ബ്രിഡ്ജ് ഇവരുണ്ടാക്കി ഇവരെ സർവീസിനാക്കി വെച്ചത്. ആകെ ഇവര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒന്നുമില്ല. ഈ DMZ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു കമ്മ്യൂണിക്കേഷനുള്ളൂ, ബാക്കിയൊക്കെ കട്ടായി. ഇതിന്റെ ഇടയിൽ പലവട്ടം ശ്രമിച്ചിട്ടുണ്ട് ഇവര്. നോർത്ത് കൊറിയയിൽ നിന്ന് എങ്ങനെയാണ് ഇവര് രക്ഷപ്പെടുന്നത് എന്നുള്ള ക്ലാസ് ആട്ടോ ഇപ്പൊ കഴിഞ്ഞത്. അത് വീഡിയോ എടുക്കാൻ സമ്മതിച്ചിട്ടില്ല. ഇവിടെയാണ് ഇവര് എന്തെങ്കിലും ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇവര് ആ രാജ്യത്തേക്കോ ഈ രാജ്യത്തേക്കോ പോകാറില്ല. ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് ചെയ്യുക. ഈ ടണലിലൂടെ ഇവര് ഫ്യൂളിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. അത് ഇവര് വാട്ടർ ടാങ്കിന്റെ പൈപ്പുകളായിട്ട് കുഴിച്ച് കണ്ടെത്തി പിടിച്ച് ബ്ലോക്ക് ചെയ്തു. നാറ്റോന്റെ സൈന്യം ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ നോർത്ത് കൊറിയയില്ല, സൗത്ത് കൊറിയയില്ല. നിങ്ങൾ അവളെ സംസാരിക്കുന്നത് കുറച്ചേ എടുക്കാൻ സമ്മതിച്ചിട്ടുള്ളൂ. സീരിയസ് ആയിട്ട് അവർ പറയുമ്പോൾ നമുക്ക് സങ്കടമാവും. ഇന്നും ഇവരാഗ്രഹിക്കാൻ. ഹായ്, നമസ്കാരം. എന്താ വിശേഷം? സുഖല്ലേ? ഞാൻ സിയോളിലാണ്, കൊറിയ സിയോളിലാണ്. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞ ചുണ്ടൊക്കെ ഒട്ടിയിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ നോർത്ത് കൊറിയയിലേക്കുള്ള ട്രിപ്പ്, ആ ട്രിപ്പിൽ 4 ദിവസം മുന്നേ ബുക്ക് ചെയ്തതാണ്. അവർ ഫുള്ള് സ്കൂട്ടനിങ് നമ്മളെ പറ്റി ഫുള്ള് ചെക്ക് ചെയ്ത് നമ്മളെ ഡാറ്റാസൊക്കെ കൊടുത്തു കഴിഞ്ഞ് ചെക്ക് ചെയ്തിട്ട് റിപ്പോർട്ട് പ്രകാരമാണ് കിട്ടുക. ഇന്ന് രാത്രി എനിക്ക് കാനഡയിലേക്കുള്ള ടിക്കറ്റാണ്. അപ്പം ഇന്നലെ രാത്രി മെസ്സേജ് ഇട്ട് ഇന്ന് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് അപ്പം ഇന്ന് രാവിലെ തന്നെ നമ്മൾ അതിലേക്കാട്ടോ പോകുന്നത്. അപ്പം നിങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന, ഞാനും ആഗ്രഹിക്കുന്ന നമ്മൾ നോർത്ത് കൊറിയന്റെ മിലിറ്ററി അതിന്റെ ബോർഡർ DMZ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. ബോർഡറിൽ അവരെ നോർത്ത് കൊറിയന്റെ കാര്യങ്ങൾ, നോർത്ത് കൊറിയന്റെ ബോർഡറുകൾ, അതിന്റെ ഒരു അകത്തേക്ക് കടന്നിട്ടുള്ള ഒരു ഏരിയയാണ് DMZ എന്ന് പറയുന്നത്. ടൂറിസത്തിന് വേണ്ടി മാത്രമുള്ള ഒരു സ്ഥലമാണ്. ട്രംപും കിം ഓൺ ജുന്നും തമ്മിൽ സന്ധി സംസാരിച്ച കഴിഞ്ഞ ട്രംപിന്റെ ട്രിപ്പിൽ സംസാരിച്ച ഒരു സ്ഥലവും കൂടിയാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ കാഴ്ച നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്ന, ഞാനും കാണാൻ ആഗ്രഹിക്കുന്ന നമ്മളെ കാഴ്ചയിലേക്കാണ് പോകുന്നത്. അതൊക്കെ ഉഷാറായിട്ട് നല്ല രീതിയിൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ നടക്കട്ടെ. എന്നിട്ട് എനിക്ക് ഡയറക്റ്റ് എയർപോർട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പം ഞാൻ ലഗേജും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ ഈ ട്രിപ്പിലേക്ക്, വ്യത്യസ്തമായ നോർത്ത് കൊറിയന്റെ ട്രിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ അപ്രൂവ് ആയ ആൾക്കാരാട്ടോ ഈ കാത്തിരിക്കുന്നത്. ഈ ആൾക്കാരെ വന്ന് കൂട്ടി അവർ ബസ്സിലേക്ക് കൊണ്ടുപോകും. ഫുൾ സെക്യൂരിറ്റിയാണ്. പാസ്പോർട്ട് കയ്യിൽ കരുതണം. ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷേ ഈ റെസ്ട്രിക്ഷൻസ് ഒക്കെ നമുക്കിപ്പോൾ തൽക്കാലം എനിക്ക് അപ്രൂവ് ആയിട്ടുണ്ട്. അപ്പം അത് വെച്ചിട്ട് ചില ആൾക്കാർക്ക് റിജക്റ്റ് ആവാറുണ്ട് ഈ യാത്ര. അപ്പം നമ്മൾ എന്തോ ഭാഗ്യത്തിന് എനിക്ക് അപ്രൂവ് ആയി. അപ്പം നമ്മൾ സിറ്റി ഹാൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് കേട്ടോ ഇത് പുറപ്പെടുക. നമ്മൾ സിറ്റി ഹാൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തേണ്ടത്. ഇവിടുന്ന് നമ്മളൊരു കോൺവേ ആയിട്ടുള്ള ഒരു ബസ്സിലാണ് ഇവർ കൊണ്ടുപോവുക. അപ്പോൾ അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി യാത്രയിൽ നമ്മുടെ കാഴ്ചകളിലേക്ക് നമ്മളെ ബസ് പുറപ്പെട്ടു. കുറേ സ്ഥലങ്ങൾ ഷൂട്ട് ചെയ്യാൻ പറ്റൂല. ഇവിടെ ഇപ്പം ഞാൻ തൽക്കാലം ഷൂട്ട് ചെയ്യുന്നുണ്ട് ബസ്സൊന്ന്. ഇവരാണ് നമ്മളെ കൊണ്ടുപോകുന്ന ഗൈഡ്. അപ്പം ഇവരോട് പറഞ്ഞിട്ടുണ്ട്
കഴിയുന്നത്ര ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ അവർ പറഞ്ഞു നോർത്ത് കൊറിയയിൽ പല പ്രശ്നങ്ങളുണ്ട്, പക്ഷെ ചെയ്യാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനുള്ള പോക്കിലാട്ടോ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. Guide. Everybody got my group ticket, right? This is the group tour, and we'll be say this group today. I will put my name on the bus so that easy to find the bus. Yeah. Always the meeting place will be the bus. I will show you the meeting time, and you can just back to the bus every time. And for this tour, we asked you to bring the passport. Everybody brings the passport? Yes, please. Yeah. Actual passport, please check one more time. The actual passport, not a photo, not a file, the actual passport. We need to show it to the soldiers at the military checkpoint. So, you bring the passport, right? Alright, yeah. In this bus, we have a lot of guests from all around the world. Why don't we say hello each other? Hello, hello, Hello. hello. Hi. We'll be one group, say this group today. Please remember your seat number as well, because we'll be winding. The railroad from Busan to Seoul to Pyongyang to Sinŭiju. This place used to be Injin Station, but there was a big battle. Everything was destroyed. American troops fought against to help South Koreans. Many young American soldiers fell down here. So we made a big bell to commemorate 21st centuries. It weighs 21 tons. It has 21 steps. It's called the Peace Bell. Restrooms every floor, some snack bars and cafeteria. I will show you some spots first, so please be with me. Park, lower level and upper level. Yeah. Lower level is the parking lot. Do you see the same buses here? And you can find Sadie bus, right? Yeah. Please back to the Sadie bus, not the other buses. Let's go. ഇതാണ് നമ്മൾ വന്ന ബസ് കേട്ടോ. ബസ് ഇതാണ്, ഇതുപോലത്തെ ബസ്സുകളാണ് വരിക. ഇത് നമ്മളെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ഇതൊരു പാർക്കാണ്. ഈ പാർക്കിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കൊറിയൻ യുദ്ധത്തിൽ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും വിഭജിച്ചിട്ട് കുടുംബങ്ങളൊക്കെ വിട്ടുപോയില്ലേ, ആ ബോർഡറിൽ ഈ പാർക്ക് സെക്കൻഡ് വാറിൽ ഇവർക്ക് ഉണ്ടായിരുന്ന ഒരു പാർക്കാണ് ജപ്പാൻ ഭരിക്കുന്ന കാലത്ത്. അപ്പം ഇവര് തമ്മിൽ യുദ്ധം 50-53 വരെ 1950 മുതൽ 53 വരെ ഉണ്ടായ യുദ്ധത്തിൽ ഈ കുടുംബങ്ങൾ വേർപിരിഞ്ഞ സമയത്ത്, ഇവിടെ യുദ്ധം നടക്കുന്ന സമയത്ത് ഈ ബോർഡറിൽ വന്നിട്ടായിരുന്നു സൗത്ത് കൊറിയയിലെ ഫുള്ള് ആൾക്കാർ വെയിറ്റ് ചെയ്തിരുന്നത്. ഇവിടെ തന്നെ താമസിച്ച് അവരെ കുടുംബങ്ങളെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ തന്നെ താമസിച്ച സ്ഥലമാണ് ഈ പാർക്ക്. അതാണ് ഈ പാർക്കിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇതിന് ഫ്രീഡം പാർക്ക് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം അന്നത്തെ കാലത്ത് അത്രയും, നിങ്ങൾ അവളെ സംസാരിക്കുന്നത് കുറച്ചേ എടുക്കാൻ സമ്മതിച്ചിട്ടുള്ളൂ. സീരിയസ് ആയിട്ട് അവർ പറയുമ്പോൾ നമുക്ക് സങ്കടമാവും. എന്നും ഇവരാഗ്രഹിക്കുകയാണ്. വർഷങ്ങൾ ഇവർക്ക് എത്ര കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 75 വർഷങ്ങൾ കഴിഞ്ഞിട്ടും സൗത്ത് കൊറിയൻ്റെ ആൾക്കാർ പറയുന്നത് ഇവർക്ക് ഒന്നിക്കണം എന്നാണ്. മൊത്തം ജനങ്ങൾക്ക്, അവിടെയുള്ള ജനങ്ങൾക്കും ഇവിടെയുള്ള ജനങ്ങൾക്കൊക്കെ ഒന്നിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ പ്രോബ്ലം അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഇഷ്യൂ ആണ് ഇവരിന്ന് അനുഭവിക്കുന്നത് ഒന്നാവാൻ കഴിയാതെ. Lower part. So, look over there. You see the black locomotive? Yeah, you might see the photo in my photo book, right? That train is the last train which could go to North Korea. Before we were divided, when we were one country, that train could go to South and North freely. No more, because we were divided. So the train stopped there. That's Mika. Train Mika stopped there facing north. It wants to go to North Korea someday, but it can't. Yeah. So it's facing north. Yeah. Right next to it, there's a little shop. Yeah, that's a souvenir shop. Yeah, there are always souvenir shop. Under the red and blue tent, there are 16 flags, UN force countries. And right behind this building is American Battlefield Monument. There are a lot of American flags. 21st centuries, it weighs 21 tons. It has 21 steps. It's called a Peace Bell. But right behind the Peace Bell, do you see the cable car? Gondolas?
Yeah, what is that for? It's an altar for the ancestor rituals. The refugees visit here, missing their hometown, longing for their hometown in North Korea. So this, and there were so many dispersed families. This is a song for the dispersed families. Yeah. Every day I missed my family for 30 years. I was alone, nobody to rely on. I cried so many times. But today I meet my brother and sister. I'm so happy to be with my brother and sister. Mother, Father, where can I find you? I miss you so much. Yeah, this is a song for the dispersed families. During the Korean War, many people were separated, and KBS, Korean Broadcasting System, held a live show to find the dispersed families. ഇതാണ് ഇവര് പറഞ്ഞ ആ ലേഡീസ് Do കേട്ടോ. you see the little girls here? Yeah, the ഈ രണ്ട് comfort പെൺകുട്ടികളെ women, കഥ പറയാനുണ്ട് നമുക്ക്. victim of comfort women, peace girls. So there are some empty chairs. You can sit next to her, listen to her, you can console her. Right behind the statue, you can see an old lady's shadow. We have victims. When we first started the protesting, we had more than 20 victims, but they are getting older. So now we have just 9 victims. So we try to get apologized before they pass away. So you're free to take photos here, just except for the ഈ barbed wire. പെൺകുട്ടികളെ കഥ ആണ് പറയുന്നത്. 23 കൊല്ലം ഇവിടെ കാത്തിരുന്ന കുട്ടികൾ ഇവിടെ നിന്ന് മരിച്ചതാണ്. ഈ 2 പെൺകുട്ടികൾ കുടുംബത്തിനെ കാത്തിരുന്നിട്ട് അതിന്റെ സ്റ്റാച്ചു ആണ് കേട്ടോ. 23 വർഷം അടുത്ത സ്വന്തം ആളെ, കുടുംബത്തിലെ ആളെ അവിടുന്ന് കൊണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഇരുന്ന് ഇവിടെ നിന്ന് മരിച്ചു. ഇത് ഇവരെ റെയിലുണ്ടായിരുന്നു, ഇവർക്ക് അവിടേക്കും ഇവിടേക്കും ട്രെയിൻ ഉണ്ടായിരുന്നു. ആ ട്രെയിന് അവസാനിച്ച സ്ഥലമാണ്. ഈ സ്ഥലത്താണ് ആ ട്രെയിൻ അവസാനിച്ചത് കേട്ടോ. കാണാനും കേൾക്കാനും കഴിയുന്നത് ഇവരെ ചരിത്രങ്ങളാട്ടോ. യൂറോപ്പിൽ പോയിട്ട് കേട്ട ചരിത്രങ്ങളൊന്നുമില്ല. അവിടുന്ന് നമുക്ക് സങ്കടങ്ങൾ അങ്ങനെ അറിയാൻ കഴിഞ്ഞില്ല. ഇവിടെ സങ്കടങ്ങളാണ് കേട്ടോ. ഇതുവരെ ബോർഡറാണ്. So we could see one black locomotive over there, right? One more train here. This is the submarine ഇവര് ഇവിടെ വന്നിട്ട് ഇവരെ പേരുകൾ എഴുതി വെക്കും ഇതേപോലെ. destroyed locomotive. ബോർഡറിൽ മറ്റൊരു വന്ന് നോക്കും അവരെ കുടുംബങ്ങൾ വന്നിട്ടുണ്ടോ, ഇവരെ കാണാൻ ആഗ്രഹിച്ചിട്ട് വരുന്നുണ്ടോ എന്നുള്ളത്. അന്നുണ്ടായിരുന്ന ട്രെയിനാട്ടോ. ഇതാണ് ലാസ്റ്റ് ട്രെയിൻ. ആ ട്രെയിൻ ഇവിടെ കടന്ന് യുദ്ധത്തിൽ നശിച്ചതാണ്. ഇതാണ് ബോർഡർ. And saved the tree. Do you see that tree up there? That tree was originally growing through this locomotive. There is no leaves. It's winter, but in April we'll have a lot of new leaves on that tree. So why don't you take a look and then take some photos. But from now on, because we'll be one team, please have my name tag out of your jacket. You should be identified to which group you belong to. So please have my name tag always outside. The souvenir shops here and over there in the building. Souvenir shops almost every stop, but the North Korean currency is only available here. North Korean currency. Yeah. If you know any money collectors and if you need North Korean currency. അവിടെ പറഞ്ഞ ആ ഒരു മരം ഉണ്ടല്ലോ, ആ മരം ഇതേപോലെ അന്ന് ഓർമ്മകൾക്ക് കുഴിച്ചിട്ട മരമാണ്. അപ്പം ഏപ്രിൽ ഈ സമയത്ത്, തണുപ്പ് സമയത്ത് ഇലകൾ കൊഴിയല്ലോ. ഏപ്രിൽ സമയത്ത് അത് തെളിച്ച് വരുന്ന സമയത്ത് അതൊരു വ്യത്യസ്തമായ മരമാണെന്നാണ് പറഞ്ഞത് കേട്ടോ. പണ്ടത്തെ കാലത്തെ വരെ ബോർഡർ സീലാണ്. ബോർഡറിലേക്ക് ഉണ്ടായിരുന്ന സീലാണ് എടുത്തിട്ട് ഇവിടെ വന്ന് ഓരോന്ന് ചെയ്തിട്ട് ഇതേപോലെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആൾക്കാരാണ്. കുടുംബങ്ങളെ നോക്കിയ ആൾക്കാരാണ്. കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് തേടി വന്ന ബോർഡർ. ആ കാലത്ത് കുറച്ചു കാലം ബോർഡർ ഉണ്ടായിരുന്നു. പിന്നീട് അപ്പൊ അങ്ങനെ ഓരോ മാറ്റങ്ങൾ വരുന്നത്. ഇതാണ് ഇവരുണ്ടാക്കുന്ന ടണൽ കേട്ടോ. നോർത്ത് കൊറിയ ഇവിടേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഇവരെ ബോർഡർ തുറന്നിട്ട് ഉണ്ടാക്കുന്ന ടണലിന്റെ ഫോട്ടോ ഇവർ പിടിച്ചിട്ട് ബ്ലോക്ക് ചെയ്തതാണ്. ഒരു മിലിറ്ററിന്റെ ഓരോരോ സൈനപ്പാട്ടോ.
ഇതാണ് ഇവരെ ബോർഡറിന്റെ സ്ഥലം ശരിക്കുള്ള. ഇതാണ് അങ്ങോട്ടേക്ക് കടന്നിരുന്ന പാലട്ടോ, ട്രെയിൻ പോയിരുന്ന പാലം. ഇപ്പൊ പുതിയ പാലം ഉണ്ടാക്കിയതാണ്, പഴയ പാലല്ലാതെ. പക്ഷെ സർവീസ് ഇല്ല, ബ്ലോക്കാണ്. ഇതാണ് പഴയ പാലം. ഈ ട്രെയിന് വന്ന് അവസാനിച്ച വരെ ബോർഡറിലെ പഴയ പാലാണ്. അത് പൊളിച്ചതാണ്, യുദ്ധത്തിൽ കഴിഞ്ഞത് പോയതാണ്. പിന്നീട് ഇവര് ഒന്നിച്ചിട്ടാവണം എന്നുള്ള കുറേ ശ്രമങ്ങൾ നടന്നു. ആ ശ്രമങ്ങളിലൊക്കെ ചൈന ഒക്കെ ഇടപെട്ടിട്ട് ഇവരെ ശ്രമങ്ങളെ നശിപ്പിച്ചു. ഇവരെ കിം ഓൻ ജുന്നിന്റെ ഫാദറില് രണ്ടാമത്തെ ഫാദർ സുഖമില്ലാതായ സമയത്ത് കോംപ്രമൈസ് ചെയ്യണം എന്നുള്ള വലിയ ആഗ്രഹമുള്ള ഒരാളായിരുന്നു. അപ്പോഴേക്കാണ് അദ്ദേഹം മരിച്ചുപോയി എന്ന് പറയുന്നത്. റെയിലിന്റെ ഇതാണ്. ഇവര് ഇതുപോലെ ഓരോ പേരും ഡീറ്റെയിൽസും ഒക്കെ എഴുതിയിട്ട് ഇങ്ങനെ തൂക്കിയിട്ട ചരിത്രങ്ങളാണ്. കിങ് ഓൻജുന്നിന്റെ ഫാദർ ഉള്ള കാലത്ത് ഒരുവിധം കോംപ്രമൈസ് ഒക്കെ വന്നിരുന്നു. ആ കാലത്താണ് ഈ ബ്രിഡ്ജ് ഇവരുണ്ടാക്കി ഇവര് സർവീസിനാക്കി വെച്ചത്. ഇവർ പറഞ്ഞത് ഇവരൊരു ഐലൻഡ് പോലെയാണ്. ഇപ്പോൾ ഇവർക്ക് ലോകത്തിലെ ലാൻഡ് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ചൈനയിലേക്കൊക്കെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ നോർത്ത് കൊറിയ റെഡി ആവാതെ നിവൃത്തിയില്ല. അപ്പോൾ പഴയ ആൾക്കാർ അങ്ങനെ അത് ചെയ്തു വെച്ച്. ഐസ്, തണുപ്പിൽ ഐസ് കുറച്ചതുണ്ട്. വെള്ളം ഐസായത് കണ്ടങ്ങൾ, വെള്ളം ഐസായത്. ഇതായിരുന്നു ഇവർ അന്ന് ഉണ്ടാക്കിയിരുന്ന പാലട്ടോ, പുതുതായിട്ടുണ്ടാക്കിയ പഴയ പാലം. ഇവരെ പണ്ടുണ്ടായിരുന്ന സർവീസിന്റെ പാലം. ഇതിന്റെ നമ്മളെ ഈ പാലം കടക്കുന്നതാണ് ശരിക്കും നോർത്ത് കൊറിയ. ഇത് സൗത്ത് കൊറിയന്റെ ബോർഡർ ആട്ടോ. ഐസ് ആയതുണ്ടോ, വെള്ളം ഐസായി പോയിട്ടുണ്ട് കേട്ടോ. ഇത്രയും തണുപ്പിലാണ് നമ്മളുള്ളത്. ഇതാണ് ഇവരെ ലൈൻ കേട്ടോ. ഇതിൽ ഫ്രീഡം ബ്രിഡ്ജ്, ഡോങ് ബ്രിഡ്ജ്, ബങ്കർ എക്സിബിഷന്, പീസ് ബെല്ല്. ഇതിവിടെ ഉണ്ടാക്കിയ ഈ സ്പേസ് ആണ് ഇവർക്ക് ബോർഡറിൽ. ഇഞ്ചിങ്ങാക് ഫോനന്നൂരി ടൂറിസ്റ്റ് മാപ്പ്, ഈ സ്ഥലത്തിന്റെ മാപ്പാട്ടോ. ആകെ ഇവര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒന്നുമില്ല. ഈ DMZ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു കമ്മ്യൂണിക്കേഷനുള്ളൂ, ബാക്കിയൊക്കെ കട്ടായി. ഇതിന്റെ ഇടയിൽ പലവട്ടം ശ്രമിച്ചിട്ടുണ്ട് ഇവര്. നോർത്ത് കൊറിയനെ ഇവരോടൊപ്പം കൂട്ടിയിട്ട് സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമം നടന്നിട്ടുണ്ട്. കിം ഓൻ ജുന്നിന്റെ ഫാദർ ഉള്ള കാലത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു. ഇവര് ഫാക്ടറി ഒക്കെ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ ചൈനന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് അവസാനം അത് നശിപ്പിക്കാറാണ് ഉണ്ടായിരുന്നതെന്ന് പറയും. ഇതാണ് ഇവരെ ഫ്രീഡം. ഇവിടെ ഈ പാർക്കിലാണ് ഇവരെ സങ്കടങ്ങളുടെ എല്ലാ ഹിസ്റ്ററി ഉള്ളത് കേട്ടോ. അതാണ് ഈ പാർക്കിന്റെ ഫ്രീഡം പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ നമ്മൾ ആ കുട്ടികൾ വന്ന് കാത്തിരുന്ന കഥ പോലെ ഒരുപാട് കഥകൾ ഇവർക്ക് പറയാനുണ്ട്. കാരണം ഈ വിഭജനത്തിന്റെ പേരിൽ ഒരുപാട് കുടുംബങ്ങൾ മിസ്സാകുകയും നഷ്ടപ്പെടുകയൊക്കെ ചെയ്ത ചരിത്രങ്ങളുണ്ട്. അതിൽ തന്നെ നമ്മളിപ്പോൾ ടൂർ ഗൈഡായ പെണ്ണിന് ഫാദറും മദറും നഷ്ടപ്പെട്ടു, ബ്രദറും സിസ്റ്ററും ഇവിടെ ഉണ്ട്. അങ്ങനെയൊക്കെ പല കഥകളുണ്ട്. ഇതുവരെ അതിനുവേണ്ടി ഉണ്ടാക്കി വെച്ച ഒരു സ്റ്റാച്യു ആണ് കേട്ടോ. സിയോളിലേക്കുള്ള ഭാഗമാണ് ഇത്. നമ്മളെ നോർത്ത് കൊറിയന്റെ ഭാഗമാട്ടോ. നോർത്ത് കൊറിയന്റെ ഭാഗമായിട്ട് ഇവർക്ക് കടക്കാനുള്ളതാണ്. ഇതാണ് നമ്മൾ നിൽക്കുന്ന ബോർഡർ. ഈ ബോർഡറിലാണ് നമ്മളുള്ളത്. ദുരോസൻ എന്നിട്ട് പറഞ്ഞിട്ടാണ് അവരെ ഏരിയ കിടക്കുന്നത് കേട്ടോ. അപ്പം ലൈൻ റെയിൽ റോഡ് മുൻസാൻ യൊൻസാൻ ഇന്റർ കണക്ടിങ് പ്രൊജക്റ്റൊക്കെ ഇവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഇവർ തമ്മിലൊന്ന് ഒത്തുകഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കൊറിയക്കാർ, ഈ സൗത്ത് കൊറിയക്കാർ ഭയങ്കര ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞില്ല ഓൾറെഡി. അവർക്ക് ഭയങ്കര സങ്കടവും കാര്യങ്ങളുണ്ട്. ഇവർ എത്ര ഡെവലപ്പായിട്ടും ഇവർക്ക് സങ്കടങ്ങൾ തീരുന്നില്ല എന്നുള്ളതിന്റെ ഒരു കാര്യം ഇവിടെ വരുന്ന ഓരോ മനുഷ്യനും മനസ്സിലാവട്ടോ. ഷൂട്ട് ചെയ്യുന്നത് മിലിറ്ററി ബോർഡേഴ്സ് ആട്ടോ. ഇത് മിലിറ്ററി ബോർഡറാണ്. അപ്പുറം ഉത്തര കൊറിയയാണ്. ഇനി നമ്മൾ ഉത്തര കൊറിയന്റെ ഭാഗത്തേക്ക് DMZ-ലേക്കാണ് നമ്മൾ പോവുക. ഇവിടെ നിന്ന് നമ്മൾ കാണുന്നതാണ്
ബോർഡർ. ഇത് ശരിക്കും സൗത്ത് കൊറിയൻ്റെ ബോർഡറാണ്. ഈ ബോർഡറിൽ നിന്ന് ഇനി ആ കാണുന്ന മലകളൊക്കെ നമ്മുടെ ഉത്തര കൊറിയയാണ് കേട്ടോ. നോർത്ത് കൊറിയയിൽ നിന്ന് എങ്ങനെയാണ് ഇവർ രക്ഷപ്പെടുന്നത് എന്നുള്ള ക്ലാസ് ആട്ടോ ഇപ്പോൾ കഴിഞ്ഞത്. അത് വീഡിയോ എടുക്കാൻ സമ്മതിച്ചിട്ടില്ല. അതാണ് ഇവർ പറയുന്നത്. നോർത്ത് കൊറിയ കണ്ടില്ല നിങ്ങൾ? നോർത്ത് കൊറിയയിൽ നിന്നിട്ട് ആ വഴികൾ കണ്ടത് അതിലൂടെ കടന്ന് വിയറ്റ്നാമിൽ വന്നിട്ട് ചൈനയിൽ കടന്നു വന്നിട്ട് മ്യാൻമാറിൽ, ലാവോസിൽ, തായ്ലൻഡിൽ, വിയറ്റ്നാമിൽ ഇത്രയും സ്ഥലം ബോർഡറുകൾ ഇവർ കടന്നു വരും ചൈനയിൽ. ഇതൊക്കെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവരെ ബുദ്ധമതത്തിന്റെ മിഷനറികളാട്ടോ. അവർക്ക് മാത്രമേ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ ഓരോ ബോർഡറിലും ആ ബുദ്ധമതത്തിന്റെ മിഷനറിന്റെ സപ്പോർട്ട് വെച്ചിട്ട് ഇവർ കയറി ചൈനയുടെ ഉള്ളിൽ കൂടെ വന്ന് ചൈനയിലും വിയറ്റ്നാമിലും മ്യാൻമാറിലൊന്നും ഇവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ ബോർഡർ കടന്ന് ഇവർ കംബോഡിയ അല്ലെങ്കിൽ തായ്ലൻഡോ രണ്ടിലൊരു സ്ഥലത്ത് ഇവർ എത്തിക്കഴിഞ്ഞാൽ സൗത്ത് കൊറിയന്റെ എംബസി ഇവർക്ക് അതിൽ സപ്പോർട്ട് ചെയ്ത് ട്രാവൽ പാസ് കൊടുത്ത് സൗത്ത് കൊറിയയിൽ കൊണ്ടുവന്ന് അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കും. ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയതായിട്ട് ഇപ്പം എത്തിയ ഒരാൾ നമുക്ക് ഇന്റർവ്യൂ തന്നു കേട്ടോ. കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു, അവിടുത്തെ അവസ്ഥകൾ കാണിച്ചു. അപ്പം ആകെ ഒരു വഴിയേ ഉള്ളൂ ഇവർക്ക് രക്ഷപ്പെട്ടു. ഇവർക്ക് ആർക്കും സൗത്ത് കൊറിയയിൽ, നോർത്ത് കൊറിയയിൽ പാസ്പോർട്ടില്ല, ഒന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഈ കാണിക്കുന്ന ഏരോ വെച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത്. അതായത് നോർത്ത് കൊറിയയിൽ നിന്ന് ചൈനയിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. ചൈന കടന്നിട്ട് ഇവർ കടന്നു വന്നാൽ മ്യാൻമാർ, ലാവോസ്, വിയറ്റ്നാം, അങ്ങനെ തായ്ലൻഡ് ഇതിലൂടെയൊക്കെ വന്നിട്ട് വേണം ഇവർക്ക് കംബോഡിയ എത്തിയെങ്കിലേ ഇവർക്ക് പോരാൻ കഴിയുള്ളൂ, അല്ലെ തായ്ലൻഡിൽ. ഈ രണ്ട് സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ സൗത്ത് കൊറിയന്റെ എംബസിയിൽ ഇവർ പോയി കഴിഞ്ഞാൽ ഇവരെ ഇവിടെ കൊണ്ടുവന്ന് സിറ്റിസൺഷിപ്പ് കൊടുത്ത് വേണ്ടിയ സഹായങ്ങളൊക്കെ ഇപ്പം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. If you take photo, just stand up, take photos. Hurry. Because it's your only one chance to take photos. So this is gateway to Kaesong City, 10 minutes, 16 kilometer away, which is closed because Kaesong Industrial Complex was closed. 기사님 둘이 지나서 파란 선 조금 천천히 가주세요. So we are getting close to the 1st Infantry Division, South Korean military base. Right after we pass the military base, we'll cross this line. The driver will slow down the bus for us to see the line. And when you cross this line, we are in the DMZ. So the Kaesong City on the left side, we'll see the blue line on the ground. And Kaesong City on the right, you will see the little white sign made by UN. So we are going to the tunnel, but you don't have to if you don't like it. 1. This is the southern limit line. So here blue line and this is white side. Yeah. Now we are in the DMZ, less than 2 kilometers from the border. So let's go to the tunnel. But when you go into the tunnel, you cannot bring anything. At this tunnel area, no discharge gases and no metallic things. And the tunnel is very narrow, very low. Usually it's 2 meter high, but there are a lot of ventilation pipes to supply the fresh oxygen, which makes the tunnel ceiling is very low. It's like 5 to 1.5 meter to 1.8 meter. But the one very important thing is if you have claustrophobia, asthma, too high, too low blood pressure, bad backs, bad knees, any mobility issues, diabetes, or if you're pregnant, please do not go. You don't need to go, you don't have to go. If you don't go inside, still I will show you inside the tunnel through these TVs, and there's an exhibition hall, so you can spend time there. ഇവിടുത്തെ മിലിറ്ററി കുട്ടികളെ പഠിപ്പിക്കാൻ ട്രെയിനിങ്ങിന് കൊണ്ടുവന്നാട്ടോ. But inside the theater, no photos, no recording. The show inside the method. ഇൻസൈഡ് നോ ഫോട്ടോ. Yeah, no photo. ഇതാണ് DMZ കേട്ടോ. DMZ. Here is okay, but not inside. Oh, you put the photos? No. ഇതാണ് DMZ കേട്ടോ. DMZ ആണ്. ഇവിടെയാണ് മിലിറ്ററി ബേസിന്റെ UN ഇവരെ ബോർഡറിന്റെ മെയിൻ സ്ഥലം. ഇവിടെയാണ് ഇവർ എന്തെങ്കിലും ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇവർ ആ രാജ്യത്തേക്കോ ഈ രാജ്യത്തേക്കോ പോകാറില്ല. ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു ബോർഡറിൽ വെച്ചിട്ടാണ് അന്ന് ട്രംപും
ഇവരുമായിട്ടുള്ള മീറ്റിംഗ് നടന്നിരുന്നു കേട്ടോ. ജൂൺ 1 തമ്മിലുള്ള കിങ് ഓൺ. അപ്പം ഇതിന്റെ ഓരോ സ്റ്റാച്യൂകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. Okay, the movie started. മൂവി ഒന്നും എടുക്കാൻ വരെ സമ്മതിക്കില്ല. ഇതിന്റെ ഉള്ളിലേക്ക് കടന്നാലും ഒന്നും എടുക്കാൻ പാടില്ല. So there are a lot of things to take photo. You will take photos after you treat the tunnel. Let's go the upper building. നമ്മൾ ടണലിലേക്ക് പോവാണ്. 4 ടണൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോരോ 4 വർഷങ്ങൾ ഗ്യാപ്പില്. ഈ ടണലിലൂടെ ഇവര് സിയോളിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. അത് ഇവര് വാട്ടർ ടാങ്കിന്റെ പൈപ്പുകളായിട്ട് കുഴിച്ച് കണ്ടെത്തി പിടിച്ച് ബ്ലോക്ക് ചെയ്തു. അങ്ങനെ പല ഉപദ്രവങ്ങളും നോർത്ത് കൊറിയ ഇവരോട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് പിക്ചറൊക്കെ കാണിക്കുന്നുണ്ട്. അതൊന്നും നമ്മളോട് വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. So do you see this board? This board shows this place used to be better filled area. Sorry, thanks to one defector, we couldn't find this tunnel. The whole tunnel is 1.6 kilometer. But this is military demarcation line, 3/4 in North Korea, 1/4. 435 meter is in South Korean territory. But even underground, we never go to North Korea. So the military made 1, 2, 3 blockade. Apple powder, orange number and green plants. Then you're done. But so this is a termination point, and when you come out of the tunnel, please go over there, right? ഇതുവരെ UN-ന്റെ അവിടെയുള്ള ഇതാണ് കേട്ടോ. 3rd ടണലില്ല. 3rd ടണൽ നമ്മൾ കാണാൻ പോയി, വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല. പക്ഷെ 3rd ടണലിന്റെ ബോർഡറിൽ നിൽക്കുന്ന സെക്യൂരിറ്റീന്റെ പിക്ചറാണ് കേട്ടോ കാണിക്കുന്നത്. JSA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഇവിടുത്തെ ബോർഡറിലെ ഏറ്റവും വലിയ സെക്യൂരിറ്റിയും മിലിറ്ററി ആയിട്ട് നിൽക്കുന്ന സംഭവം കേട്ടോ. അവരിതാണ് ഈ സെക്യൂരിറ്റി ഫോട്ടോ. ഇവരെ നമുക്ക് കാണാൻ കഴിയില്ല, ഉള്ളിലുണ്ടാവുക. ഭയങ്കര ട്രെയിൻഡും ഭയങ്കര ക്രൂവലും ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇതാണ് DMZ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാണുക കേട്ടോ. നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ DMZ എന്ന് പറഞ്ഞ ഏരിയയിലാണ് നമ്മളെ നാറ്റോന്റെ സൈന്യം ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ നോർത്ത് കൊറിയയില്ല, സൗത്ത് കൊറിയയില്ല. ഇവിടെ നാറ്റോ ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഈ ഭാഗത്താണ് നമ്മൾ വരുന്നത് കേട്ടോ. ഇവിടുന്നാണ് നമ്മൾ നോർത്ത് കൊറിയന്റെ കാര്യങ്ങളൊക്കെ പോകുന്നതൊക്കെ. ഇതാണ് നമ്മളെ ബോർഡർ കേട്ടോ. White side and blue line. This is Southern Limit Line, South Korean military area. So we are in the South Korean DMZ. From the observatory, you can see 2 flags. One South Korean flag, one North Korean flag. എൻഡ് ഓഫ് സെപ്പറേഷൻ, ബിഗിനിങ് ഓഫ് യൂണിഫിക്കേഷൻ. അപ്പൊ ഇവിടുന്നാണ് തുടങ്ങിയത്, ഇവിടുന്ന് തന്നെയാണ് കേട്ടോ അവസാനം. അപ്പൊ നമ്മളിവിടെ കാണാൻ പോകുന്നത് നോർത്ത് കൊറിയന്റെ കുറച്ച് കാഴ്ചകളിലേക്കാണ്. UN-ന്റെ അണ്ടറിലുള്ള ഏരിയ ആണ് കേട്ടോ. ഈ ഏരിയകളൊക്കെ പണ്ടത്തെ അത് ഈ കൺസ്ട്രക്ഷൻ കണ്ടോ, UN-ന്റെ അണ്ടറിൽ നിലനിർത്തിയ സ്ഥലങ്ങളാണ്. So I will explain this photo first, and then you can go out and enjoy the view. All the mountains are in North Korean territory. So when you get the binoculars on the left side, you can see the North Korean view. On the left side, there are electric towers. Green towers in South Korea, gray towers in North Korea. നമ്മളെ യാത്ര കഴിഞ്ഞു, തിരിച്ചെത്തിയിരിക്കുകയാണ്. Can you say your name? I am English tour guide in Korea. Sadie, nice to meet you. ഓക്കെ, നമ്മൾ ഗൈഡാണ് ഉണ്ടായിരുന്നത്. നമ്മൾ തിരിച്ചെത്തി. നല്ല കോപ്പറേഷൻ ആയിരുന്നു, കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കുന്നു. ഇനി എയർപോർട്ടിലേക്കാണ്. തിരിച്ച് എയർപോർട്ടിലെത്തിയിട്ട് നേരെ നമ്മളെ കാനഡ ട്രിപ്പാണ്. അപ്പം എല്ലാം ശുഭം. നിങ്ങൾ കണ്ട കാഴ്ചകൾ ഇത്ര തന്നെ കാണാൻ കഴിഞ്ഞത് ഇവരെ സപ്പോർട്ടോട് കൂടിയിട്ടാണ്. ഭയങ്കര ബാക്കി കാര്യങ്ങൾ ഞാൻ വോയിസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി അറിയിക്കാനുണ്ട്. അപ്പം നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ കൂടുതൽ അവതരിപ്പിക്കാൻ ഞാൻ കണ്ട കാഴ്ചകൾ. അപ്പം നമ്മളെ ഈ നോർത്ത് കൊറിയ ട്രിപ്പിന്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭം. ബൈ.